ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, അർഹിക്കാത്ത സ്ഥാനത്ത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ് കൃപ. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. 2 Corinthians chapter 4 verse 7. But we have this treasure in jars of clay to show that this all-surpassing power is from God and not from us. Amen. Praise the Lord. നാം വ്യക്തമായിട്ട് വായിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന്. ഇവിടെ ദൈവത്തിൻ്റെ ദാനമെന്ന് അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിരിക്കുന്നത് അത്യന്ത ശക്തിയെയാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് വരേണ്ടതിന് അതിനെ മൺപാത്രങ്ങളിലാണ് ആമേൻ സ്തോത്രം പകർന്നിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ജാർസ് ഓഫ് ക്ലേ, ഒരത്യന്ത ശക്തി, സർപാസിംഗ് പവർ, അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വിലയേറിയ വസ്തുക്കൾ, അത് ഭക്ഷണ സാധനങ്ങളായിരുന്നാലും ഫുഡ് ഐറ്റംസ് ആയിരുന്നാലും മറ്റ് ലക്സുറി ഐറ്റംസ് ആയിരുന്നാലും നാം സൂക്ഷിച്ചു വയ്ക്കുന്നത് മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആമേൻ പ്രഷ്യസ് ആയിട്ടുള്ള വെസൽസിലും ജാർസിലും പാത്രങ്ങളിലായിരിക്കും അല്ലേ. എന്നാൽ ഇവിടെ അത്യന്ത ശക്തിയെ, സർപാസിംഗ് പവറിനെ ദൈവം പകർന്നിരിക്കുന്നത് പ്രഷ്യസ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലല്ല കർത്താവ് പകർന്നിരിക്കുന്നത്. അട്രാക്റ്റ് ചെയ്യുന്ന പാത്രങ്ങളിലൊന്നുമല്ല പകർന്നിരിക്കുന്നത്, മൺപാത്രങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. അതെന്തിനു വേണ്ടി മാത്രമാണ് കർത്താവ് അങ്ങനെ ചെയ്തത്? ഈ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിനകത്തിരിക്കുമ്പോൾ ആ മൺപാത്രം ഒരിക്കലും ചിന്തിക്കരുത്, ഇത് എൻ്റെ സ്വന്തമല്ല, ഹല്ലേലൂയ, ഇത് ഞാൻ നേടിയതല്ല. അങ്ങനെ ചിന്തിക്കുവാനല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന്. പ്രിയ ദൈവമക്കളെ, കർത്താവിന് നമ്മിൽ അത്യന്ത ശക്തി പകർന്നിട്ടുണ്ടോ? ആത്മാവിൻ്റെ ശക്തി നമ്മിലുണ്ടോ? ആത്മാവിൻ്റെ സന്തോഷം നമ്മിലുണ്ടോ? എങ്കിൽ നാം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാൻ പാടില്ല. നമുക്കതിൻ്റെ ക്രെഡിറ്റ് പറയുവാനോ അതിനെക്കുറിച്ച് പുകഴുവാനോ യാതൊന്നും തന്നെയില്ല. അത് കൃപയാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായി ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിലുള്ളവരുടെ പ്രത്യേകത അടുത്ത 2 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 Corinthians chapter 4 verse 8 and 9. We are hard pressed on every side but not crushed, perplexed but not in despair, persecuted but not abandoned, struck down but not destroyed. Hallelujah. പ്രിയ മക്കൾ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു മൺപാത്രം, ഒരു ക്ലേ പോട്ട്, ആമേൻ, അതിന് ഹാർഡായിട്ട് നമ്മൾ എവരി സൈഡിൽ നിന്നും നാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അതെന്ത് ചെയ്യും? ക്രഷായി പോകും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. സകല വിധത്തിലും ആമേൻ ഹല്ലേലൂയ അതിനൊന്ന് ഞെരുക്കിയാൽ
അത് പൊട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. അതിലൊരു ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു സ്തോത്രം കേട് സംഭവിച്ചാൽ നാം അതിനെ ഉപേക്ഷിച്ച് കളയും അല്ലേ? അത് വീണ് പോയാൽ നിശ്ചയമായിട്ട് നശിച്ചു പോകും. ഹല്ലേലൂയ. അത് സ്ട്രക്ക് ഡൗൺ ആയാൽ അത് ഡെസ്ട്രോയിഡ് ആയിട്ട് പോകും. ഹല്ലേലൂയ. എന്നാൽ നമ്മളാകുന്ന ഈ മൺപാത്രത്തിനകത്ത് ഈ അത്യന്ത ശക്തി എന്ന ദൈവത്തിൻ്റെ ദാനമുള്ളത് കൊണ്ട് മാത്രമാണ് സ്തോത്രം എന്നേ ഇടുങ്ങിയിരിക്കേണ്ട നാം, എന്നേ നിരാശപ്പെട്ട് പോകേണ്ട നാം, എന്നേ ഉപേക്ഷിക്കപ്പെട്ട് പോകേണ്ട നാം, എന്നേ നശിച്ചു പോകേണ്ടുന്ന നാം ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായ അത്യന്ത ശക്തി നമ്മിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആയതിനാൽ സന്തോഷ നേരങ്ങളിലും സമൃദ്ധിയുടെ കാലത്തും ഹല്ലേലൂയ എല്ലാം അനുഗ്രഹ സമ്പൂർണമായിരിക്കുമ്പോൾ ആത്മാവിൽ നിറയുന്നതും ആരാധിക്കുന്നതുമല്ല യഥാർത്ഥമായ അത്യന്ത ശക്തിയും യഥാർത്ഥമായ മൺപാത്രത്തിൻ്റെ അനുഭവം. സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുമ്പോഴും എല്ലാ വിധത്തിലും ഞെരുക്കം അനുഭവിക്കുമ്പോഴും ഉപദ്രവം അനുഭവിക്കുമ്പോഴും വീണ് കിടക്കുമ്പോഴും ഹല്ലേലൂയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും തളർന്നു പോകാതെ ഇടുങ്ങിയിരിക്കാതെ അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നാം നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായി അത്യന്ത ശക്തി നമ്മളിലുണ്ട്. ആ കർത്താവ് ഇനിയും നമ്മെ കൊണ്ട് വലിയവ ചെയ്തെടുക്കുവാൻ ദൈവം സർവശക്തനാണ്. ആയതിനാൽ ആ കൃപയിൽ ആശ്രയിക്കാം. ദൈവം നൽകിയ ദാനത്തിൽ വീണ്ടും സ്തോത്രം 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 അധികമായി വളരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അത്യന്ത ശക്തിയാ നമ്മുടെ മൺപാത്രങ്ങൾ നിറയപ്പെടട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം ഉടഞ്ഞു പോകാതെ, തകർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ സ്തോത്രം ആദ്യ വിശ്വാസത്തിൽ നിന്ന്, ആദ്യ സ്നേഹത്തിൽ നിന്ന്, ആദ്യ തീക്ഷ്ണതയിൽ നിന്ന് പിന്മാറിപ്പോകാതെ കർത്താവിൻ്റെ വരവോളം അല്ലെങ്കിൽ നമ്മുടെ മരണത്തോളം സ്തോത്രം വിശ്വാസത്തിൽ സഹിച്ചു നിൽക്കുവാൻ അതിൽ ഉറച്ചു നിൽക്കുവാൻ വിശ്വസ്തരായിരിക്കുവാൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ദാനമായ അത്യന്ത ശക്തി അധികമായി പ്രാപിച്ചുകൊണ്ട് കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സർവകൃപാലുവായ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിലും അങ്ങനെകൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അപ്പാ, അതിനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അതേ നാഥ, ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമായ അത്യന്ത ശക്തി മൺപാത്രങ്ങളിലാകുന്ന ഞങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുമ്പോഴും ഉപദ്രവങ്ങൾ അനുഭവിക്കുമ്പോഴും ബുദ്ധിമുട്ടുമ്പോഴും കർത്താവേ ഹല്ലേലൂയ വീണ് പോകുമ്പോഴും കർത്താവേ തളടിയാകാതെ, നിർബലമാകാതെ, നശിച്ചു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ ഇതുവരെ കർത്താവ് നിലനിർത്തിയ സ്നേഹത്തിനായ സ്തോത്രം. ഇനി ധാരാളമായി കാത്തിരുന്ന് ഞങ്ങളുടെ ശക്തി പ്രാപിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഏത് സാഹചര്യത്തിലും എപ്പോഴും പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവേത് സമയത്തൊന്നും അറിയുന്നില്ല കർത്താവ്, എപ്പോഴും ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവോതി പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.